പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ലക്ഷ്മി നായർ എന്ന വനിതയ്ക്ക് തിരുവനന്തപുരത്ത് ലോ അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം അവരുടേതാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ചു കാലമായി അവർ ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറല്ല. അവിടെ വലിയൊരു സമരം നടന്നതിനെ തുടർന്ന് അവർക്ക് അവിടെ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്നു. പക്ഷേ അവരുടേതല്ല എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബത്തിൻ്റെതാണ് ആ ലോ കോളേജ്, ലോ അക്കാഡമി. അതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സഹോദരനായിട്ടുള്ള നാഗരാജ നാരായണനാണ്. അപ്പോൾ ആ ലോ അക്കാഡമി ഒരു പിടി ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് മിക്കവാറും എൻ്റെ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. സുഹൃത്തുക്കളെ, രണ്ടാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ ബാർ കൗൺസിൽ ഈ ഈവനിങ് കോഴ്സ് എന്ന് പറഞ്ഞാൽ സായാഹ്ന കോഴ്സുകൾ ലോ കോളേജുകളിൽ നടത്താൻ പാടില്ല എന്ന് തീരുമാനമെടുത്തിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 3-4 വർഷമായെന്നായിരിക്കും. 2020-ലോ 2021-ലോ മറ്റാണ് ബാർ കൗൺസിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കാരണം ഈ ലോ കോളേജുകളിലൊക്കെ ഈ ഈവനിങ് കോഴ്സുകൾ നടക്കാറുണ്ടായി. അതായത് 5:30 മുതൽ 8:30 വരെ കോഴ്സുകൾ നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ കോഴ്സുകളൊക്കെ അങ്ങനെ നടക്കുന്നത് അനധികൃതമാണ് എന്നുള്ള ഒരു തീരുമാനത്തിൽ ബാർ കൗൺസിൽ എത്തുകയും ഈ സായാഹ്ന കോഴ്സുകൾ നടത്തിപ്പ് അവസാനിപ്പിക്കണം എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും ലോ കോളേജിൽ ഈവനിങ് കോഴ്സിനാണ് പഠിച്ചിരുന്നത്. 2019 ഞാൻ പാസ്സായി. പക്ഷേ ഞങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ നിലനിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ ബാർ കൗൺസിലുമായിട്ട് ചർച്ച ചെയ്ത് കുറേ വർഷം, എനിക്കൊന്ന് 2020-21 ആയപ്പോഴത്തേക്കും ബാർ കൗൺസിൽ ഇങ്ങനെ ഇത് റദ്ദാക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ എന്നിട്ടും ഞങ്ങളുടെ കോളേജൊക്കെ ആയിട്ട് ചർച്ച നടന്ന് എനിക്കൊന്ന് 2014 മറ്റാണ് ഈവനിങ് കോഴ്സ് കുറേ നാൾ കഴിഞ്ഞ് പിന്നീട് ആരംഭിച്ചത്. അപ്പോൾ 2014 മുതൽ 2019 വരെയുള്ള 5 ബാച്ചുകൾക്ക് വലിയൊരു ഹെഫ്റ്റി, ഭയങ്കര എത്രയോ ലക്ഷം രൂപയുടെ ഫീസോ മറ്റോ ഫൈനായിട്ട് അടച്ചിട്ട് ആ 5 ബാച്ചുകൾ റെഗുലറൈസ് ചെയ്തതിന് ശേഷം ബാക്കി പിന്നീട് ഇനി നടത്താൻ പാടില്ല, ഇനി നടത്തിയാൽ അത് നിയമവിരുദ്ധമാണ് എന്നും പറഞ്ഞിട്ട് ഈവനിങ് ബാച്ചുകളുടെ അംഗീകാരം പൂർണ്ണമായി റദ്ദാക്കി, ഇനി കിട്ടില്ല എന്നും വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ 2014 മുതൽ 2019 വരെയുള്ള 5 ഈവനിങ് ബാച്ചുകൾക്കാണ് അംഗീകാരം കിട്ടിയത്. നേരത്തെ പറഞ്ഞ വലിയ ഫൈൻ കൊടുത്തിട്ടാണ്. അപ്പോൾ 2019 ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഈവനിങ് ബാച്ച് ലോ കോളേജിൽ അനുവദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ലോ കോളേജിൽ ഈവനിങ് ബാച്ചുകൾ നടത്താൻ പാടില്ല ഇന്ത്യയെമ്പാടും. അതാണ് ബാർ കൗൺസിലിൻ്റെ തീരുമാനം. ഇത് ഞാൻ ആമുഖമായി പറയുന്നതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ലോ കോളേജിൽ ഇപ്പം ഈവനിങ് ബാച്ചുകൾ നടത്താൻ പാടില്ല എന്ന് പറയുമ്പോഴും ഈവനിങ് ബാച്ച് ലോ അക്കാഡമിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈവനിങ് ബാച്ച് എന്ന് പറഞ്ഞിട്ടല്ല, സ്പെഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും ബാർ കൗൺസിലിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വഞ്ചിപ്പിച്ചിട്ടാണ് അത് നടക്കുന്നത്. യഥാർത്ഥത്തിൽ 5:30 മുതൽ 8:30 വരെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. നടക്കാൻ പാടില്ലാത്ത രീതിയിലാണ് നടക്കുന്നത്. കാരണം ക്ലാസ്സുകൾ ഈവനിങ് ബാച്ച് നടക്കാൻ പാടില്ല, ഉച്ചകഴിഞ്ഞ് കേട്ട ക്ലാസ്സുകൾ നടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ലോ അക്കാഡമി എന്ന് പറഞ്ഞ ഈ സ്ഥാപനം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളുമൊക്കെ ആയിട്ട് അവരോട് പറയും, ഇത് 5:30 മുതൽ 8:30 വരെയാണ് നടക്കുന്നതെങ്കിലും ഇത് ഉച്ചകഴിഞ്ഞൊക്കെ നടന്നു എന്നൊക്കെ ഉള്ള നിലയിൽ ഉള്ള റിപ്പോർട്ട് ഞങ്ങൾ തരാം, അതുകൊണ്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം എന്നൊക്കെ പറഞ്ഞ് സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ വകുപ്പുകളുമൊക്കെ ആയിട്ടൊരു അനൗദ്യോഗിക ധാരണയുണ്ടാക്കി അനധികൃതമായി ലോ അക്കാദമിയിൽ ഈ നിറം മാറി ഈവനിങ് ബാച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പേര് സ്പെഷ്യൽ ബാച്ച് എന്നാണ്. രേഖ ഉച്ച കഴിഞ്ഞൊക്കെ നടത്തി എന്നാണ് രേഖ. പക്ഷേ ക്ലാസ് നടക്കുന്നത് 5:30 മുതൽ 8:30 വരെയാണ്. ഇത് ബാർ കൗൺസിലിൻ്റെ തീരുമാനത്തിന് തന്നെ 100% വിരുദ്ധമാണ്. ഇതിൽ പാസ്സാകുന്നവർക്ക് എൻറോൾമെൻറ്റ് കിട്ടാൻ പാടില്ലാത്തതാണ്, പക്ഷേ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ഞാനിത് പറയാൻ കാരണം ഞെട്ടിക്കുന്നൊരു വിവരം എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറി ശ്രീമാൻ A. ജയതിലക്, അതുമായി ബന്ധപ്പെട്ട് ഒരു പിടി ആരോപണങ്ങൾ ഞാൻ എനിക്കൊരു 3-4 വീഡിയോകളിൽ ഞാൻ ചെയ്തു. അയാൾ LDFന് ഏറ്റവും വേണ്ടപ്പെട്ടവനായിരുന്നു, പിണറായി വിജയൻ ഏറ്റവും വേണ്ടപ്പെട്ടവനായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ VD സതീശനും ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് A. ജയതിലക്.
ആണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ സതീശന് ഉപദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലേക്ക് 30-ാം തീയതി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും ഈ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു ഉന്നത സ്ഥാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ഞെട്ടിക്കുന്ന വിവരം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഈ ലക്ഷ്മി നായരുടെ കുടുംബസ്വത്തായിട്ടുള്ള ലോ അക്കാദമിയിൽ അവിടുത്തെ ഈ സ്പെഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ തട്ടിപ്പ് ബാച്ച് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു ഈ തട്ടിപ്പ് ബാച്ച് 5:30 8:30 ഇടയ്ക്ക് ക്ലാസ് നടക്കുന്നു എന്ന് പറയുന്നു. ഉച്ച കഴിഞ്ഞാണ് ക്ലാസ് നടക്കേണ്ടത്. അപ്പോൾ ആ തട്ടിപ്പ് സ്പെഷ്യൽ ബാച്ച് ഉണ്ടല്ലോ, ആ സ്പെഷ്യൽ ബാച്ചിൽ UDF സർക്കാരിലെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീമൻ A ജയതിലക് അനധികൃതമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിലൂടെ എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. ശ്രീമൻ A ജയതിലക് ലോ കോളേജിൽ നടന്നിക്കൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പ് യൂണിറ്ററി സ്പെഷ്യൽ ബാച്ചിൽ ഇപ്പോൾ 6ാമത്തെ സെമസ്റ്ററിൽ എത്തിയിരിക്കുന്നു. 6ാമത്തെ സെമസ്റ്ററിൽ ഇപ്പോഴും ജയതിലക് അവിടെ പഠിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ രേഖകളിൽ നിന്ന് മനസ്സിലാകും. ജയതിലക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയാണ്. ആ ചീഫ് സെക്രട്ടറിക്ക് എന്തായാലും ഓഫീസ് അവേഴ്സിൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റപ്പോൾ അവിടെ തന്നെ അനധികൃതമായി കഴിഞ്ഞു. ക്ലാസ് നടക്കുന്ന 5:30 8:30 ഇടയിലാണ്. അതിൽ പോലും ചീഫ് സെക്രട്ടറിക്ക് പങ്കെടുക്കാൻ കഴിയില്ല. അയാൾ കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്. ഒരുപാട് ചുമതലയും ഉത്തരവാദിത്വവും ബാധ്യതയുമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾ. 6 സെമസ്റ്ററായി. 6ാമത്തെ സെമസ്റ്ററിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 6 മാസം മുമ്പ് 2.5 വർഷക്കാലമായി അയാൾ ലക്ഷ്മി നായരുടെ കുടുംബസ്വത്തായിട്ടുള്ള ഈ ലോ അക്കാദമിയിൽ ഒരു അനധികൃതമായിട്ടുള്ള LLB കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ 6ാമത്തെ സെമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 2.5 വർഷക്കാലമായി അയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം തന്നെ അയാൾ റവന്യൂ സെക്രട്ടറി, അതിനുശേഷം പിന്നീട് സർക്കാരി സെക്രട്ടറി മറ്റാണെന്നു, പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, അങ്ങനെ ഒരു പിടി സ്ഥാനങ്ങൾ അയാൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രേഖയിലേക്ക് ഞാൻ ഒരല്പം ശേഷം കഴിഞ്ഞു വരാം. ഈ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ? ലോ അക്കാദമിയുടെ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തർക്ക വിഷയങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ കിടക്കുമ്പോഴാണ് ആ തർക്ക വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ, അയാൾ റവന്യൂ സെക്രട്ടറിയുമായിട്ടുണ്ട്, ആ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആ തർക്ക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ തർക്ക വിഷയത്തിൽ ഒരു പാർട്ടിയായിട്ടുള്ള ലോ അക്കാദമി നടത്തുന്ന അനധികൃതമായിട്ടുള്ള ഒരു LLB കോഴ്സിൽ അനധികൃതമായി പഠിക്കുന്നത്. നമുക്കറിയാമല്ലോ, ലോ അക്കാദമി പിന്നെ പേരുക്കടയിൽ അവർ കയ്യിൽ വെച്ചിരിക്കുന്ന 11.49 ഏക്കർ സ്ഥലത്ത് ആ സ്ഥലം അവർക്ക് കിട്ടിയത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. അത് 100 കോടി രൂപയുടെ സ്ഥലമാണ്. അവർക്ക് കിട്ടിയ 11.49 ഏക്കർ സ്ഥലത്ത് അവരൊരുപാട് അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നു എന്നുള്ള ആരോപണം സർക്കാരിൻ്റെ മുന്നിൽ, റവന്യൂ വകുപ്പിൻ്റെ മുന്നിലുണ്ട്. അതിൻ്റെ റീസർവേയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ റവന്യൂ വകുപ്പിൽ. അവിടെ ഹോട്ടൽ നടത്തുന്നു, അവിടെ റെസ്റ്റോറൻറ്റ് നടത്തുന്നു, അവിടെ ലക്ഷ്മി നായരുടെ പിന്നെ അച്ഛൻ്റെ സ്മാരകം പണിയുന്നു, അവിടെ എത്രയോ 10, 20, 30 കോടി രൂപ മുടക്കി വലിയൊരു ഓഡിറ്റോറിയം പണിയുന്നു. ഇതൊക്കെ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ള പരാതി സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ റവന്യൂ വകുപ്പിലും മറ്റു വകുപ്പുകളിലൊക്കെ ആയിട്ട് ആ പരാതികൾ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് സംസ്ഥാന ഈ പരാതികളിലെല്ലാം അന്തിമമായി തീർപ്പ് കൽപ്പിക്കേണ്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള ചീഫ് സെക്രട്ടറി ലോ അക്കാദമിയുടെ ഒരു അനധികൃതമായിട്ടുള്ള കോഴ്സിൽ അനധികൃതമായി പഠിക്കുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവ് ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ പോകും. സുഹൃത്തുക്കളെ, ഇത് ലോ അക്കാദമിയിലെ യൂണിറ്ററി ഡിഗ്രി സ്പെഷ്യൽ ബാച്ചിൻ്റെ 6ാം സെമസ്റ്ററിൻ്റെ ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ രേഖയാണ്. 6ാം സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 2.5 വർഷം കഴിഞ്ഞു. അവസാനത്തെ 6ാം സെമസ്റ്റർ അല്ല എന്ന് പറഞ്ഞാൽ 3 വർഷം പൂർത്തീകരിച്ചു. 2.5 വർഷമല്ല, 3 വർഷമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൻ്റെ 6ാമത്തെ സെമസ്റ്ററിൻ്റെ ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ പിന്നെ മാർക്ക് ലിസ്റ്റാണ് ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ മാർക്ക് ലിസ്റ്റിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൽ 109 വിദ്യാർത്ഥികളുണ്ട്. അതിൽ 46ാമത്തെ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ കാൻഡിഡേറ്റ് കോഡ് എന്ന് പറയുന്നത് 4722355104 എന്ന് പറയുന്ന 46ാമത്തെ വിദ്യാർത്ഥി
ജയതിലക് എ ആണ്. ജയതിലക് എ, അതായത് ഇപ്പോഴത്തെ വി ഡി സതീശൻ സർക്കാരിലെ ചീഫ് സെക്രട്ടറി. അദ്ദേഹം ലക്ഷ്മി നായരുടെ കുടുംബം നടത്തുന്ന ലോ അക്കാദമി എന്നിട്ടുള്ള സ്ഥാപനത്തിലെ അനധികൃതമായിട്ടുള്ളൊരു കോഴ്സിൽ അനധികൃതമായി പഠിക്കുന്നു എന്നുള്ളതിൻ്റെ രേഖയാണ് ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്നത്. ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ രേഖയാണ്. ആ ഇൻറ്റേർണൽ അസസ്മെൻറ്റിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മാർക്ക് 0. അതും കൂടെ നമ്മൾ കാണണം. എന്ന് മാത്രമല്ല, എനിക്കൊരു കാര്യം കൂടി ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ഇഷിത റോയ്, അവരും 41ാമത്തെ വിദ്യാർത്ഥിയായിട്ട് ഇവിടെ പഠിക്കുന്നത്. അവർക്കും 0 മാർക്ക്. മുൻ ഭാര്യ, ഇപ്പോഴത്തെ ഭാര്യയല്ല, മുൻ ഭാര്യ ഇഷിത റോയ്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ലോ അക്കാദമി നടത്തുന്ന ബാർ കൗൺസിലിൻ്റെ അംഗീകാരമില്ലാത്ത അനധികൃതമായിട്ടുള്ള ഒരു കോളേജ്, ഒരു ഡിഗ്രി, LLB ഡിഗ്രി, ആ ഡിഗ്രിയിൽ അനധികൃതമായി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള A. ജയതിലക് LLBക്ക് പഠിക്കുന്നു. 6ാം സെമസ്റ്ററിലെ ഇൻറ്റേർണൽ അസസ്മെൻറ്റാണ് ഞാൻ ഈ കാണിച്ചത്. നമുക്കറിയാലോ, ഓരോ സെമസ്റ്ററിലും 75% മാർക്കുണ്ടെങ്കിൽ, 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ 6 മാസം നിങ്ങൾ 75% സമയത്തും നിങ്ങൾ ക്ലാസ്സിലുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പ്രകാരം ഈ 6 സെമസ്റ്ററിലും അല്ലെങ്കിൽ 5 സെമസ്റ്ററിലെങ്കിലും A. ജയതിലക് 75% ദിവസങ്ങളിലും ഈ കോഴ്സിൽ വന്ന് അറ്റൻഡൻസ് എടുത്ത് പഠിച്ചിരുന്നു എന്നുള്ളതാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കൃത്രിമമായിരിക്കും എന്നുള്ളതിനകത്ത് എന്താ സംശയം സുഹൃത്തുക്കളെ? ഒരു സംശയവും ഇല്ല, അത് കൃത്രിമമായിരിക്കും. കാരണം 5 സെമസ്റ്ററിലും 75% സമയത്തും ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കാൻ ഈ ജയതിലക് കഴിയുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അയാൾ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ, റവന്യൂ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, പിന്നെ ധനകാര്യ സെക്രട്ടറി, ഇത്തരം സ്ഥാനങ്ങളിലാണ് അയാൾ ഇതിനു മുമ്പ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൃത്രിമമായിട്ടുള്ള രേഖയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് അടിമുടി കൃത്രിമമാണ് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കണം, മുഖ്യമന്ത്രി VD സതീശൻ മനസ്സിലാക്കണം, ബാർ കൗൺസിലും ഇതെല്ലാം മനസ്സിലാക്കണം. ബാർ കൗൺസിലിന് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ലക്ഷ്മി നായരുടെ കുടുംബം നടത്തുന്ന അനധികൃത LLB കോഴ്സിൽ VD സതീശൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആരോപണ വിധേയനായിട്ടുള്ള ജയതിലക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ IAS ഉദ്യോഗസ്ഥൻ പഠിക്കുന്നു എന്ന് ഉള്ളതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുകയാണ്. ഇത് അടിമുടി നിയമവിരുദ്ധവും ആണ്. അനധികൃതമായിട്ടുള്ളൊരു കോഴ്സിലാണ് ജയതിലക് എന്ന് പറഞ്ഞിട്ടുള്ള ചീഫ് സെക്രട്ടറി പഠിക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അടിയന്തരമായി സംസ്ഥാന സർക്കാർ, VD സതീശൻ സർക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.